ഇത് കല്ലാങ്കുഴി, മണ്ണാർക്കാടിനടുത്ത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ചെറിയൊരു പ്രദേശം. രാഷ്ട്രീയ അസ്വസ്ഥതയുടെയും സംഘർഷത്തിന്റെയും പുകപടലങ്ങൾ ഈ ഗ്രാമത്തിൽ ഇപ്പോഴും ദൃശ്യം. കല്ലാങ്കുഴി ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും രാഷ്ട്രീയ കേരളത്തിലെ സജീവ ചർച്ചയിൽ. 2.5 വർഷം മുമ്പ് ദാരുണമായി കൊല്ലപ്പെട്ട 2 സഹോദരങ്ങളുടെ കൊലയുടെ ഉത്തരവാദികൾ ആരാണ്? എന്തായിരുന്നു കൊലപാതകക്കാരൻ? പുറം ലോകത്തിന് ഇപ്പോഴും അവ്യക്തം. കല്ലാങ്കുഴി കൊലപാതകത്തിന്റെ ചുരുളുകൾ തേടി മിറർ കേരള മാധ്യമ സംഘം ഒരു ദിവസം മുഴുവൻ കല്ലാങ്കുഴിയിൽ കറങ്ങി ആളുകളുമായി സംസാരിച്ചു. നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. കല്ലാങ്കുഴി കൊലപാതകത്തിന്റെ യാഥാർത്ഥ്യം അനാവരണം ചെയ്യുന്ന വീഡിയോ ഡോക്യുമെന്ററി ഉടൻ പൊതുജനങ്ങളിലെത്തുന്നു. അതായത് ഇപ്പൊ ഈ മുസ്ലിം ലീഗിന്റെ ഭരണത്തിന്റെ തണലിലാണ് ഈ 27 പ്രതികളും വിലസുന്നത്. അതിന് ഷംസുദ്ദീൻ എന്ന MLA-യും മണ്ണാർക്കാട്ടിലെ മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കൾക്കും ഈ കൊലപാതകത്തിൽ ഈ ഗൂഢാലോചന, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗുകാരും കല്ലാങ്കുഴത്തെ മുസ്ലിം ലീഗുകാർക്കും ഈ അംസറി നൂറുദ്ദീൻ കൊലപാതകത്തിൽ പങ്കുണ്ട്. ഈ 27 കൊലയാളികളൊന്നും അല്ല ഇതിന്റെ പിന്നിലുള്ള ആളുകൾ. ഇവർ ഇതിന്റെ ഒരു വടിയെന്ന് മാത്രമേ ഉള്ളൂ. ഗൂഢാലോചന നടത്തിയ ആളുകൾ ഈ പള്ളി കമ്മിറ്റി ഭാരകളും അത് ഒക്കെ തന്നെയാണ്. അല്ലാണ്ട് ഈ അംസ ഈ പള്ളി പ്രശ്നത്തിൻ്റെ എന്തോ കാര്യത്തിൽ ഇടപെട്ടിട്ട് പറഞ്ഞപ്പോൾ 21-ാം തീയതി 10-20 വർഷത്തെ പള്ളിയുടെ കണക്ക് ചോദിച്ചോ എന്തൊക്കെ ചോദിച്ചിരുന്നു. അതിൻ്റെ പേരിൽ കേസ് ഹൈക്കോടതിയിലുണ്ട്, വഖഫ് ബോർഡിൽ കേസ് കണക്കുണ്ട്. അതിൻ്റെ പേരിലാണ് ഇവരെ കൊന്നു. അപ്പോൾ ഇവരെന്താ വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ എല്ലാ ആളുകളുടെയും പരിപൂർണ സപ്പോർട്ടുണ്ട്. AP വിഭാഗം സുന്നികളെ തകർക്കുക. അതായത് മുസ്ലിം ലീഗിനെതിരെ വളർന്നു വരുന്ന പ്രസ്ഥാനമാണ്. ചേളാരി സുന്നികളാണ് മുസ്ലിം ലീഗുകാർ. ഇവർ പിന്നെ AP വിഭാഗത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ചേളാരി സുന്നികൾക്ക് ഈ AP വിഭാഗം വളർന്നു വരുന്നത്. പിന്നെ അവർ മാത്രമല്ല, ഇവർ കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളാണ്. അല്ല, അതുകൊണ്ടാണ് ഇവരെ മെയിനായിട്ട് കൊല്ലാനുള്ള ഇതാണെന്ന് എനിക്കും. ഷംസുദ്ദീൻ വെറും നുണപ്രചാരണം നടത്തുക. കാരണം എന്തറിയോ, കേരളത്തിലെ കോൺഗ്രസ്സുകാരും ലീഗുകാരും അല്ലാത്ത കോൺഗ്രസ്സുകാരും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലും മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിലെയും കോങ്ങാട് നിയോജകമണ്ഡലത്തിലെയും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒഴികല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, എന്തിനു പറഞ്ഞ BJPയുടെ നേതാക്കന്മാരടക്കം, CPMന്റെ ആളുകൾ, CPIയുടെ ആളുകൾ, NCPയുടെ ആളുകൾ, അതായത് കോൺഗ്രസും മുസ്ലിം ലീഗും അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ അംസി നൂറുദ്ദീനുമായിട്ട് ബന്ധമുണ്ട്. അവരെല്ലാം വരും ഈ ഡെഡ് ബോഡി കാണാനും ആസ്പത്രിയിൽ പോകാനും അവരെ കുടുംബത്തെ സമാശ്വാസിക്കാനടക്കം വന്നിട്ടുണ്ട്. ഈ 2 പ്രസ്ഥാനത്തിന്റെ ആളുകൾ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് ലീഗിന്റെ തൻ പ്രമാണിത്വം കോൺഗ്രസിന്റെ. കാരണം എന്താ അറിയോ, കോൺഗ്രസ് ഇവർ മുന്നണി ബേസിൽ ഞാൻ ഇവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവ് പറയണ്ടായി, അവിടെ മുസ്ലിം ലീഗുകാർ 2 കമ്മ്യൂണിസ്റ്റുകാരെ കൊന്ന അതിൽ കോൺഗ്രസ്സുകാർക്ക് എന്താ നഷ്ടം? ഞാൻ അന്ന് മണ്ഡലം കോൺഗ്രസിന്റെ കൊങ്ങാട് നിയോജകമണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ അന്ന് ഈ മരിക്കുന്ന സമയത്ത്. ഞാൻ അതുകൊണ്ട് ഇതിൽ പ്രതിഷേധിച്ച് ലീഗുകാർക്ക് സപ്പോർട്ട് ചെയ്തു. അതായത് ഈ ലീഗിന്റെ പഞ്ചായത്ത് മെമ്പർ 3 മാസം ഒളിവിൽ പോയിട്ട് 3 മാസം വൈസ് പ്രസിഡന്റ് ഒളിവിൽ പോയിട്ട് 3 മാസത്തിന്റെ ഉള്ളിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ മെമ്പർ സ്ഥാനം പോകും. അപ്പോൾ പഞ്ചായത്തുകാർ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ബുക്ക് സെക്രട്ടറി ഞാനോൽ കൂടെ കൊടുത്ത് ഒപ്പിട്ടിട്ട് നേരെ അവൻ ജയിലിലേക്ക് പോയത്. അപ്പോൾ ഞാൻ കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തേ ശരിയായില്ല. സീന ജോസഫിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തേ ശരിയല്ല. ഈ 3 മാസം ഉള്ളിൽ പോയ ആൾ ജയിലിൽ പോകേണ്ടതാണ്, മെമ്പർ സ്ഥാനം പോകേണ്ടതാണ്. നിങ്ങൾ ഒറ്റ ആൾ കാരനാണ് അവർ. അത് എല്ലാ കോൺഗ്രസിന്റെ അന്നത്തെ മണ്ഡലം ഓഫീസർ ഷെരീഫിനോട് അടക്കം ഞാൻ പറഞ്ഞു. അതിന്റെ പേരിൽ ഞാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു.